DMKയും AIADMKയും മാറി മാറി വിജയിക്കുന്ന മണ്ഡലമാണ് തെങ്കാശി ജില്ലയിലെ കടയനല്ലൂർ. TVKയുടെ രംഗപ്രവേശം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കടയനല്ലൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്തെന്ന് പരിശോധിക്കും. കേരള തമിഴ്നാട് അതിർത്തിയിൽ തെങ്കാശി ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടയനല്ലൂർ നിയോജക മണ്ഡലം. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ എന്താണ് കടയനല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചർച്ചകളെന്ന് നമുക്ക് പരിശോധിക്കാം. திராவிட முன்னேற்ற கழகத்தின் வெற்றி வேட்பாளர் டாக்டர் கலை கதிரவன் அவர்களுக்கு வெற்றியின் சின்னமான உதயசூரியன் சின்னத்திற்கு வாக்கு தாருங்கள். கடையநல்லூர் சட்டமன்ற தேர்தலில் போட்டியிடுகின்ற அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் தலைமையிலான AIDMKയുടെ സിറ്റിംഗ് MLA C കൃഷ്ണമുരളിയാണ് ഇത്തവണയും പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് C കൃഷ്ണമുരളി. எடப்பாடியார் தான் இப்போ வரணும் அப்படிங்கிற அளவில் மக்களுடைய எதிர்பார்ப்பு எல்லா பக்கமே இருக்குது. அதுபோக இந்த ஸ்டாலினுடைய அரசாங்கம் 5 வருஷத்தில் மக்களுக்கு எதுவுமே பெரிய லெவலில் உள்ள விஷயங்கள் செஞ்சிடல. சட்டம் ஒழுங்கு சரியில்லை. பெண்களுக்கு எதிராக உள்ள பாலியல் வன்கொடுமைகள் கூடுதலாக இருக்குது. போதை மாநிலமாக தமிழ்நாடு மாறிடுச்சு. அதெல்லாம் பார்த்து வரக்கூடிய தேர்தலில் எடப்பாடியார் வரணுங்கிற தமிழ்நாடு ஃபுல்லாகவே மக்கள் ஒரே விழிப்புணர்வாக இருந்து எல்லாருமே எடப்பாடியாருக்கு வாக்களிக்கக்கூடிய சூழ்நிலையை உருவாக்கியிருக்காங்கம்மா. MDMKയുടെ തീമു രാജേന്ദ്രനാണ് DMK മുന്നണിയിലെ സ്ഥാനാർത്ഥി. മണ്ഡലം DMK തിരിച്ചുപിടിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ TVKയ്ക്ക് ഒരു സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതികരണങ്ങളുമുണ്ട്. TVKக்கு வாய்ப்பு கம்மி தான். ஏன்னா அவர் இப்போ தான் அரசியலுக்கு வந்திருக்காரு. கொஞ்சம் வாய்ப்பு கம்மி தான். வாய்ப்பு கண்டிப்பாக இந்த ட்ரிப்பு மக்கள்கிட்ட மாற்றம் எதிர்பார்க்காங்க. எப்படின்னு மக்களோட தீர்ப்பு தானே. மக்கள் முடிவு மக்கள் கையில் தான் இருக்குது. அதனால் கண்டிப்பாக ஒரு மக்கள்கிட்ட ഒരു വിളിപ്പുണർവ് വന്നിருக்கு. DMK സഖ്യത്തിന് ഇത്തവണ മുൻതൂക്കമുണ്ടെന്ന വിലയിരുത്തലുകളുണ്ട്. പക്ഷേ മാറി മാറി മുന്നണികൾക്ക് അവസരം നൽകുന്ന മണ്ഡലമായതിനാൽ ഒരു പ്രവചനം അസാധ്യമാണ്. നെയ്ത്തും വ്യാപാരവും കൃഷിയും അതിർത്തി കടന്നുള്ള സാംസ്കാരിക വിനിമയവും കൈകോർക്കുന്ന തെങ്കാശിയുടെ വാണിജ്യ കേന്ദ്രം. കടയനല്ലൂരിന്റെ രാഷ്ട്രീയം ആരെ തുണയ്ക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 തെങ്കാശി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.